ലോറി അവിടെയുണ്ട് എന്ന ചില സൂചനകൾ നമുക്ക് പലപ്പോഴും ഏറ്റവും അവസാനം ശ്രീ ഇന്ദ്രബാലൻ, മേജർ ജനറൽ ഇന്ദ്രബാലൻ സംസാരിച്ചപ്പോഴും ദൗത്യസംഘ തലവൻ സംസാരിച്ചപ്പോഴും ലോറി അവിടെയുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് കൃത്യമായി ലഭ്യമായിരുന്നത്. കാരണം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ, ഏറ്റവും ശക്തമായ സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ച പശ്ചാത്തലമാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ലോറി ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതനുസരിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ടി ജി സജിത്ത് കൂടി തുടരുന്നു. സജിത്ത്, 4 സിഗ്നലുകൾ, അതിൽ 4ാം സിഗ്നലിന് പ്രാധാന്യമുണ്ട്. ഈ 4ാം സിഗ്നൽ ലഭിച്ചത് 132 മീറ്റർ അകലെയാണ്. അതനുസരിച്ചുള്ള തെരച്ചിൽ ഇന്നലെ മുതൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ശക്തമായ തെരച്ചിലാണോ? രഞ്ജിത്ത്, ഇന്ന് 12ാം ദിവസം ദൗത്യം അതിന്റെ ഒരു സുപ്രധാനമായ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുവരെ നമുക്ക് പുഴയിൽ ഈ ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന സാധ്യമായിരുന്നില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും മാപ്പിങ്ങും അത്തരം നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ അതിൻ്റെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് ഇന്ന് 12ാം ദിവസം നമ്മൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൂരെ കാണുന്ന ആ ദൃശ്യങ്ങൾ, ആൾക്കൂട്ടം, രക്ഷാ ദൗത്യ സംഘങ്ങളുടെ കാത്തിരിപ്പ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിനാണ്. അതായത് നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ മാപ്പ് ചെയ്ത CP4 എന്ന പോയിന്റ് 132 മീറ്റർ അകലെയുള്ള, കരയിൽ നിന്നും 132 മീറ്റർ അകലെയുള്ള ആ പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 2-3 സാധ്യതകൾ നമുക്ക് ചൂണ്ടിപ്പറയാം. ഒന്ന്, ഈ മുങ്ങൽ വിദഗ്ധർക്ക് നേരിട്ട് ക്യാബിനിലേക്ക് എത്തി അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിനുള്ളിൽ എന്ത് ആണ് എന്നത് സംബന്ധിച്ചുള്ള നേരിട്ടുള്ള പരിശോധന. അതല്ലെങ്കിൽ ഈ ലോറി, ഈ ട്രക്ക്, അതിൽ മറ്റെന്തെങ്കിലും ബന്ധിപ്പിച്ചുകൊണ്ട് അത് കരയിലേക്ക് വലിച്ചു മാറ്റാനുള്ള സാധ്യത. ഇങ്ങനെയുള്ള പല സാധ്യതകളും മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത്. അതിസുപ്രധാനമായ ഒരു ഘട്ടം ഈ ദൗത്യം പിന്നിടുന്നു ഇന്നത്തെ ഈ മണിക്കൂറുകൾ എന്നതാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ ദൗത്യം മുന്നോട്ട് പോവുകയാണ്. 11 മണിക്കാണ് മത്സ്യത്തൊഴിലാളികൾ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ആ പ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. നേരത്തെ നമ്മുടെ മാപ്പിൽ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ CP4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന 132 മീറ്റർ അകലെയുള്ള ഏറ്റവും അധികം സിഗ്നൽ ലഭ്യമായ ഇടം, അവിടെ തന്നെയാണ് ലോറി എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. രാവിലെ ഇന്ദ്രബാലൻ നമ്പ്യാർ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദൗത്യത്തിൽ ഈ 4 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഏറ്റവും ആദ്യം പരിശോധന നടത്തേണ്ടത് CP4 എന്ന ആ പോയിന്റിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന അവിടേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ മൺതിട്ടയ്ക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് രക്ഷാ ദൗത്യാംഗങ്ങൾക്ക്, തെരച്ചിൽ സംഘാംഗങ്ങൾക്ക് അതിൻ്റെ സാധ്യതകൾ തേടുകയാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായൊരു വ്യക്തത പങ്കുവയ്ക്കുക. പക്ഷേ ചില സാധ്യതകൾ നമുക്ക് പങ്കുവയ്ക്കാം. അതിലൊന്നാണ് ഈ ഒരു ഡൈവിംഗ് സംഘം ഈ 3 മീറ്റർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു എന്ന ഒരു സാധ്യത. മറ്റൊരു സാധ്യത, ഒരു ഡൈവിംഗ് സംഘാംഗത്തിന് താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ലോറിയിൽ, ഈ ട്രക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹുക്ക് നടത്തി അതിനെ വലിച്ചു കയറ്റാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉറപ്പുള്ള സ്ഥലവുമായി ബന്ധിപ്പിക്കാനോ ഉള്ള സാധ്യത. ഇത്തരത്തിലുള്ള സാധ്യതകളായിരിക്കാം അവരവിടെ പ്രയോജനപ്പെടുത്തുക. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ജലനിരപ്പിൽ നിന്നും 3 മീറ്റർ താഴത്തിലാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അത് ലോറിയുടെ ഏത് ഭാഗമാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. 2 സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണാം. ഒന്ന്, ഈ ലോറിയുടെ പിൻവശം ആണ് കണ്ടതെങ്കിൽ വീണ്ടും 5 മീറ്ററോളം ആഴത്തിലേക്ക് ചെന്നാൽ മാത്രമേ ഈ ഇതിൻ്റെ പ്രധാന ഭാഗം, ക്യാബിൻ ഭാഗത്തിലേക്ക് എത്താൻ കഴിയൂ. അതായത് ക്യാബിനിലാണല്ലോ അർജുനുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത്. അതുകൊണ്ട് ക്യാബിനിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെയെങ്കിൽ 5 മീറ്റർ കൂടി ആഴത്തിലേക്ക് പോകും. പക്ഷേ അത് ദുഷ്കരമാണ് എന്ന മറ്റൊരു ഘടകമുണ്ട്. കാരണം ആഴത്തിലേക്ക് ചെല്ലും തോറുമാണ് ഈ പുഴ, ഗംഗാവലി പുഴ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഹാര സാഹചര്യം വ്യക്തമാക്കുന്നത്. കാരണം അത്ര ശക്തമായ അടിയൊഴുക്ക് അനുഭവപ്പെടുന്നത് ആഴങ്ങളിലേക്ക് ചെല്ലും തോറുമാണ്. ഒരുപക്ഷെ ഈ ലോറി അതിൻ്റെ ക്യാബിൻ മുൻവശത്താണ്, മുകൾ വശത്താണെങ്കിൽ അല്പം കൂടി എളുപ്പമാണ് നമ്മുടെ ദൗത്യത്തിൽ. ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ദൗത്യത്തെ നിർണായകമാക്കുന്നതും അതുതന്നെയാണ്. മറ്റൊരു സാധ്യത കൂടി ഉള്ളത്, ഈ
ലോറിയുടെ ക്യാബിൻ മുകൾ വശത്താണെങ്കിൽ വളരെ വേഗം ഈ 3 മീറ്റർ ആഴത്തിലേക്ക് ചെന്നുകൊണ്ട് അവിടെ പരിശോധന നടത്താനോ അല്ലെങ്കിൽ ക്യാബിൻ തുറന്നു പരിശോധിക്കാനോ അല്ലെങ്കിൽ ക്യാബിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പുറമെ നിരീക്ഷിക്കാനുള്ള സാധ്യതകളൊക്കെ അവർക്ക് ഉണ്ടായേക്കാം. അത്തരം സാധ്യതകൾ അവരവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ മൺതിട്ടയിൽ നിന്നുകൊണ്ട് അവർ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ആ പ്രവർത്തനം എന്താ എന്നതിൽ നമുക്കിപ്പോൾ ഇവിടെ നിന്നൊരു വ്യക്തത വരുത്താൻ കഴിയുകയില്ല. എന്തായാലും പുഴയുടെ മധ്യത്തിൽ വലിയൊരു മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുന്നു. ആ മണൽത്തിട്ടയിൽ വലിയൊരു കല്ല് പോലും അവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയാനാവും. അതായത് ആ കുന്നിൽ നിന്നും അടർന്നു പോയ ഒരു കല്ല് പുഴയിലൂടെ ഒഴുകിച്ചെന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരമൊരു സാഹചര്യമാണുള്ളത്. പക്ഷേ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം, ഈ മൺതിട്ട അത് സോളിഡ് അല്ല. രാവിലെ ഇന്ദ്രബാലൻ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഒട്ടും സോളിഡ് അല്ല ആ പ്രദേശം എന്ന മറ്റൊരു വെല്ലുവിളിയുണ്ട്. കാരണം സോളിഡ് അല്ലാത്ത ഒരിടത്ത് അവിടെ ഉറച്ചു നിന്നുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനം നയിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ അതൊരു വലിയ സപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ ആ മൺതിട്ട അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇപ്പോൾ ആ മൺതിട്ടം ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിടെ നിന്ന് നിൽക്കാനും അവിടെ പ്ലാനിംഗ് നടത്താനും ഒപ്പം തന്നെ മറ്റ് ഒരു മൺതിട്ടയുടെ സഹായത്തോടുകൂടി അതിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഇതിനകത്തൊരു പ്രത്യേകത നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ അടിയൊഴുക്ക് അത് പ്രധാനമാണ്. കാരണം 7 നോട്ടിന് മുകളിലാണ് അടിയൊഴുക്ക് എന്നത്. അത് മനുഷ്യ സാധ്യമല്ല. അത്തരമൊരു സ്ഥലത്ത്, അത്ര ശക്തമായ അടിയൊഴുക്കുള്ള സ്ഥലത്ത് ഇറങ്ങി എത്ര വൈദഗ്ധ്യമുണ്ടെങ്കിലും അത് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിന് ഇത്രയും നാൾ പ്രതിബന്ധമായിരുന്നത്. അവിടെ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ എത്തുമ്പോൾ അവരുടെ സംവിധാനങ്ങൾ അത്രത്തോളം ഈ സാങ്കേതികമായി വലിയ മെച്ചപ്പെട്ടതല്ല എങ്കിൽ പോലും അവർക്ക് അനുഭവ പരിചയമുണ്ട്. അവർ അതനുസരിച്ച് ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ പറഞ്ഞ് വെക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. അവർക്ക് നേരത്തെ അത്ര അനുഭവ പരിചയങ്ങൾ ഉണ്ട്. അത് വെച്ച് അവർ എന്തായിരിക്കും അവരുടെ മനസ്സിൽ, ഏത് തരത്തിലായിരിക്കും അവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ ഇതുവരെ നേവി നടത്തിയ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതല്ലേ നിർണായകം? തീർച്ചയായും അത് നിർണായകമാണ്. മാത്രമല്ല ഈ യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയും അവിടുത്തെ ശാസ്ത്രീയമായ അപഗ്രഥനവും വിലയിരുത്തുമ്പോൾ അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന അത് അസാധ്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ കരയിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിന് സമാനമായ സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എങ്ങനെ ഇവർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. പക്ഷേ ആ മത്സ്യത്തൊഴിലാളികളുടെ ധൈര്യവും ആത്മവിശ്വാസവുമാണ് ഇപ്പോൾ നമുക്ക് തൽക്കാലമെങ്കിലും കൈമുതൽ. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് അവിടെ സാധ്യമാകുന്ന കാര്യം. നമ്മൾ കേരളത്തിലെ ഉണ്ടായ വെള്ളപ്പൊക്കം നമുക്ക് ഉദാഹരണമായി എടുക്കാം. സമസ്ത മേഖലകളിലും പ്രതിസന്ധിയായി നമ്മുടെ രക്ഷാദൗത്യ സംഘങ്ങൾ എല്ലാവരും പ്രതിസന്ധിയിൽ നിന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുന്നിട്ടിറങ്ങി അവർ ധൈര്യമായി കാര്യമായ ശാസ്ത്രീയ ഉപകരണങ്ങളൊന്നുമില്ലാതെ അവർ നടത്തിയ രക്ഷാപ്രവർത്തനം എത്ര പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. സമാനമായ ദൗത്യമാണ് ഇവിടെയും ആ സംഘം 8-അംഗ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് അവരിപ്പോൾ നൽകുന്നത്. അതായത് ഇത്തരം മേഖലകളിൽ നിരന്തരമായി രക്ഷാപ്രവർത്തനം നടത്തിയുള്ള മുൻപരിചയം, ഒപ്പം ഈ ഗംഗാവലി നദിയുടെ സാഹചര്യങ്ങളെ അറിഞ്ഞിരുന്നു എന്ന പ്രത്യേകത, ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ്. മാത്രമല്ല അസാമാന്യ ധൈര്യവും അവരുടെ മനസ്ഥിതിയുമൊക്കെ ഈ ഒരു ദൗത്യത്തെ ഏറ്റവും പ്രാധാന്യമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് കൂട്ടി വായിക്കാം. ഈ നാവികസേനാംഗങ്ങളും കൂടുതൽ സംവിധാനത്തോടെ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി ഇന്നത്തെ ദിവസം സജ്ജമായിരിക്കുകയാണ്. അതുകൊണ്ട് തിരച്ചിൽ CP4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന 132 മീറ്റർ അകലെയുള്ള, കരയിൽ നിന്നും 132 മീറ്റർ അകലെയുള്ള ആ ഇടത്തേക്ക് തന്നെ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസവും നമുക്ക് ചില സസ്പെൻസ് ഉണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് കാണാം ആ പുഴയുടെ മറുകരയിലടക്കം ആളുകൾ കാത്തു നിൽക്കുക. ഇതാ ഈ ഗ്രാഫ് നോക്കൂ, കൃത്യമായി 4 പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുന്നു. അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ പുഴയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന 3 വസ്തുക്കളുടെ 3 പോയിന്റ് മാർക്കിംഗ് ആണ്. 165 മീറ്റർ അകലെ CP1 എന്ന് മാർക്ക് ചെയ്തെടുത്തും, ഒപ്പം 65 മീറ്റർ അകലെ മറ്റൊന്ന്, ഒപ്പം 132 മീറ്റർ അകലെ CP
CP4, 110 മീറ്റർ അകലെ CP3, അങ്ങനെ മാർക്കിംഗ്. ഇതിൽ തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പുതിയ കാര്യം, അവിടെ മാൽപേ സംഘം അവരവിടെ ലാൻഡ് ചെയ്തു കഴിഞ്ഞു, നങ്കൂരമിടുന്നു എന്നുള്ളതാണ്. സാറിന് മത്സ്യത്തൊഴിലാളികളൊക്കെ കടലിൽ ഇത്തരത്തിൽ നങ്കൂരമിട്ടാണ് അവരുടെ മത്സ്യബന്ധനമടക്കം നടത്തുന്നത്. അപ്പോൾ അതിനുള്ള അനുഭവ പരിചയം അവിടെ ഉണ്ട്. ഇപ്പോൾ അവരവിടെ CP